Hi, what's happening, people? This is Likudan. Welcome back to new episode of storytelling. അപ്പോൾ ഇന്നെൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം ആ ഒരു മൊമെന്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് ബൈക്ക് എടുത്തതാണ്. വൺ ഓഫ് മൈ ഡ്രീം വണ്ടി KTM RC 390 2015 മോഡല്. അപ്പോൾ ആക്ച്വലി ഈ ഡ്രീം എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2014 ഞാനൊരു 10th പഠിക്കുമ്പോഴാണ് നമ്മുടെ RC 390 200 സീരീസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. റോ മെഷീൻസ്. അപ്പോൾ അന്ന് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ പൾസർ, ഹീറോ അങ്ങനെയുള്ള ബ്രാൻഡുകളായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ NS 200 ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അപ്പോൾ സഡൻ ഒരു വണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 220 ഒക്കെ ഒരു മെയിനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ KTMന്റെ RC സീരീസും ഡ്യൂക്ക് സീരീസ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ അന്ന് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ബസ്സിലൊക്കെ പോകണ ഭയങ്കര ഡ്രീമൊക്കെ ആയിരുന്നു. അപ്പോൾ ബസ്സിലൊക്കെ പോയിട്ട് ഇങ്ങനെ വേണ്ടി ബസ്സൊക്കെ ഇങ്ങനെ കാത്തുക. അപ്പോൾ ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പ്രസ് ഉണ്ട് ഞാൻ സ്കൂളിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അതിൻ്റെ റാക്കിലൊരു ഓട്ടോ മാഗസീൻ ഫാസ്റ്റ് ട്രാക്ക് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചേക്കണം. അപ്പോൾ അതിനകത്ത് ഒരു വണ്ടിയുടെ ഒരു മോഡൽ ഇങ്ങനെ കാണിച്ചേക്കാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ മോഡല്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അത് എടുത്ത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ വണ്ടി കാണാൻ നല്ല രസം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് കാണുന്നത് തന്നെ. സോ അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പോൾ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി നമ്മളെ ബസ് കാശിന് വേണ്ടി തരുത്. അപ്പോൾ അതിന് കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വെച്ച് ഞാനിങ്ങനെ ആ ഫാസ്റ്റ് ട്രാക്ക് മേടിച്ച്. കാരണം ഒരു 1 മന്ത് ആയിട്ടാണ് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് അവർ ലോഞ്ച് ചെയ്യണത്, ആ ഒരു മാഗസീൻ ലോഞ്ച് ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും അവരത് മാറ്റും. അപ്പോൾ ഞാൻ പിന്നെ അത് മേടിച്ച് പിന്നെ ആ വണ്ടീനെ പറ്റി കൂടുതൽ വായിച്ചു. അന്ന് എനിക്ക് ഇന്റർനെറ്റോ ഫോണോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി കാണണം എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ടാണ്. അങ്ങനെ അപ്പോൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് ഞാൻ മാഗസീനൊക്കെ നോക്കും, ഇടയ്ക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മൾ റോട്ടിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, വണ്ടി കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഈ സാധനം ആദ്യമായിട്ടൊന്ന് റോട്ടിൽ നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ എനിക്കാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദർ ഈ സാധനം എടുക്കുന്നത്, വണ്ടി എടുക്കുന്നത്. അത് 200 എടുത്ത ബ്ലാക്ക് കളർ. 200 എടുത്ത് കഴിയുമ്പോൾ ആ വണ്ടി കണ്ടു. അന്ന് ആ ഏരിയയിൽ ആ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടി സ്കൂളിൽ പോകുന്നിടത്ത് ഈ വണ്ടി കാണാനായിട്ട് ഞാൻ കുറച്ച് ടൈം നേരത്തെ വരും, ബസ് സ്റ്റോപ്പിൽ വരും. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, ബ്രദർ എന്താ ചെയ്യണത്, ബ്രദർ ആ വണ്ടി ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ ആ നാട്ടിലൊരു ആദ്യമായിട്ടാണ് ഈ വണ്ടി ഇറങ്ങണത് തന്നെ, ഒരാളും എടുക്കണം തന്നെ. നോൺ എബിസ് വണ്ടിയാണ് വണ്ടി. 200 നല്ല സൗണ്ട്, നല്ല ലുക്ക്, രക്ഷയില്ല വണ്ടി. റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര സെറ്റപ്പ്. അപ്പൊ അന്ന് DSLR ക്യാമറയൊക്കെ പിള്ളേർ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന സമയമായിരുന്നു. അപ്പൊ പിള്ളേര് ഫോട്ടോ എടുക്കാനൊക്കെ, വണ്ടി നല്ല ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഈ വണ്ടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡിലൊക്കെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു, പിന്നെ ചോദിക്കായിരുന്നു. അതിനിങ്ങനെ 10th കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ ഇങ്ങനെ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരിക, ആനിവേഴ്സറി. അപ്പോൾ ഞാൻ ഈ വണ്ടി റോഡ് സൈഡിൽ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വണ്ടി തൊടുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൂട്ടാൻ്റെ ഒരു ഫ്രണ്ടിന് ഫോൺ ഉണ്ടായിരുന്നു, സോണി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫോണിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് 2-3 ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എനിക്ക് എൻ്റെ അമ്മയുടെ ഫോണിൽ അയച്ചു തന്നെ. കാരണം എനിക്കന്ന് ഫോണിനകത്തുണ്ട്. അമ്മയുടെ ഫോണിൽ അയച്ചു തന്നിട്ട് ഞാനത് എൻ്റെ അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ, എൻ്റെ മാമൻ, കസിൻ, അവർക്ക് ഞാൻ ഫോട്ടോ ഇങ്ങനെ അയച്ചു കൊടുത്ത്. എനിക്ക് ഫോട്ടോ എഡിറ്റ് ഒക്കെ ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് FB പോസ്റ്റ് ചെയ്യണം. അമ്മയുടെ ഫോൺ ഞാൻ FB അക്കൗണ്ടൊക്കെ എടുത്ത് ആളെങ്ങനെ നോക്കി വണ്ടി നോക്കാൻ, ഈ വണ്ടിയെ പറ്റി നോക്കാനൊക്കെ ഞാൻ തുടങ്ങി. നമ്മൾ നോക്കിയുടെ നമ്മുടെ സ്വിച്ച് കീപാഡ് ഫോൺ അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 കഴിഞ്ഞു, +2 ഒക്കെ ആയി. കഴിയുമ്പോൾ ഫോൺ കിട്ടി കഴിയുമ്പോൾ ഞാൻ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് ഫോണൊക്കെ എടുത്ത് ഈ വണ്ടീനെ പറ്റിയ വീഡിയോസ് കണ്ട് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കാനൊക്കെ ഇട്ട് അപ്പം പിന്നെ ഡ്രീമൊക്കെ പതിയെ വിട്ടു. ഞാൻ 18 വയസ്സായപ്പോൾ ചെറിയ പാർട്ട് ടൈം ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയിട്ട് ഒരു ഫോണൊക്കെ എടുത്ത്, ഒരു ഓപ്പോയുടെ ഒരു ഫോൺ എടുത്ത്. എന്നിട്ട് ഞാൻ ഈ വണ്ടീനെ പറ്റി വീഡിയോസ് കാണും, ഫോട്ടോസ് കാണും. ആ സമയത്ത് ഫോൺ നിറച്ച് വണ്ടിയുടെ ഫോട്ടോസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ പോയി പിന്നെ പതിയെ ആ ഡ്രീം വിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ ലൈസൻസ് ഒക്കെ എടുത്ത്. കറക്റ്റ് 18ാമത്തെ വയസ്സ് തന്നെ ഞാൻ ലൈസൻസ് എടുത്ത്. പിറ്റേ ദിവസം ലൈസൻസ് അപ്ലൈ ചെയ്ത് ലൈസൻസ് എടുത്ത് പറഞ്ഞാൽ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ മാത്രമാണ് അന്ന്
അന്ന് ടെസ്റ്റിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായി. തിയറി പാസ്സായി, പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ പിന്നെ പ്രാക്ടിക്കലിൻ്റെ RTOയുടെ മുന്നിൽ ഓടിച്ചാൽ കാണിച്ച് ഓക്കെ പാസ്സായി, ലൈസൻസ് കിട്ടി. അന്ന് തന്നെ വൈകുന്നേരം അറിഞ്ഞ് പാസ്സായി എന്നുള്ളത് അറിഞ്ഞ് എൻ്റെ ലൈസൻസ് ഒക്കെ ഒരു 1 മന്തിനുള്ളിൽ എന്തോ എനിക്ക് പോസ്റ്റിൽ വഴി എന്തോ കിട്ടി. അതോ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി മേടിക്കണോ, എനിക്ക് അത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. അങ്ങനെ കിട്ടി, സെറ്റായി. എന്നിട്ട് പിന്നെ ഞാൻ തമിഴ്നാടാണ് പഠിച്ചത്. അപ്പം ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ RC ഒന്നും അധികം കണ്ടിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ ഡ്യൂക്കൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ വണ്ടി ഇങ്ങനെ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ കോയമ്പത്തൂർ ഒരു മാളിൽ ഇങ്ങനെ റൈഡിങ് ഗിയറിന് സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കും അങ്ങനെയൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ AGV ഹെൽമെറ്റ് എൻ്റെ വൺ ഓഫ് ദി ഡ്രീം ആയിരുന്നു. AGV എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പം അങ്ങനെ പറ്റിയില്ല എന്നുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടേക്കണ സാധനം അത്. അപ്പം അങ്ങനെ പൈസ സേവ് ചെയ്ത് വെച്ചു. അന്ന് AGVക്ക് എന്തോ 13,000 രൂപ സംതിങ് ആയിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന്. അതിൻ്റെ പിന്നെ വണ്ടി എടുക്കാനുള്ള പതിയെ ജോലി ഇട്ട് കഴിഞ്ഞ് അപ്പം അതിൻ്റെ ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ആ സെയിം ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് വീട്ടിലിങ്ങനെ പ്രശ്നമായിരുന്നു, എനിക്ക് വണ്ടി വേണം, വണ്ടി എടുത്ത വണ്ടി. അപ്പോൾ വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, തന്നെ വണ്ടി മേടിച്ചൊക്കെ തരാനുള്ള അത്രയും പൈസ വണ്ടി, പിന്നെ ആ ഒരു നല്ല പറയുക KTM ബ്രാൻഡിന് ഭയങ്കര ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വണ്ടി എടുത്ത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, പൈസ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം എനിക്കൊരു ഇതായി, എനിക്ക് എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വണ്ടി എടുക്കണം എന്നല്ല. അപ്പം എൻ്റെ പാർട്ട് ടൈം ജോബ് ചെയ്തു തമിഴ്നാട്ടിൽ. കാറ്ററിംഗ് വർക്ക് അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചു. പിന്നെ വീട്ടിൽ തന്നെ പൈസ ഇങ്ങനെ ഞാൻ അധികം ഇങ്ങനെ മറ്റുള്ള പിള്ളേർ ടൂറൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ആ പൈസ ഒക്കെ സേവ് ചെയ്ത് വെച്ച് ഞാൻ ഇതിനുവേണ്ടി ഇങ്ങനെ സേവിങ്സ് ഒക്കെ വെച്ചു. അന്ന് AGVക്ക് 13,000. എന്നിട്ട് അപ്പം അന്ന സമയത്താണ് AGV നിർത്തലാക്കുന്നത് ഇന്ത്യയിൽ. കാരണം സർട്ടിഫിക്കേഷൻ ISO സർട്ടിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ AGV നിർത്തലാക്കി. അപ്പോൾ റയർ പീസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിലൊരു 13,000-14,000 രൂപ ആ ഒരു എമൗണ്ടിൽ സാധനം വന്നു. എമൗണ്ട് വന്നപ്പോൾ ചില സ്റ്റോറുകളിലുണ്ട് ഹെൽമെറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ഹെൽമെറ്റിന്റെ ഫിറ്റ്മെന്റിനെ പറ്റി അറിയാം. അപ്പം നമുക്ക് AGV എന്ന് പറഞ്ഞ ഡ്രീമാണ്. അപ്പം ഏത് സൈസ് കിട്ടിയാൽ നമ്മൾ ഉപയോഗിക്കാന്നുള്ള മൈൻഡ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു എൻ്റെ ഹെൽമെറ്റ് സൈസ് XS ആണ്. അപ്പോൾ ഒരു മീഡിയം സൈസോ സ്മോൾ സൈസോ അങ്ങനെ എന്തോ അവൈലബിൾ ആണ് നമ്മളെ കൊച്ചി ഒരു സ്റ്റോറിൽ. എടുക്കാന്നൊക്കെ പിന്നെ കുറച്ച് പതിയെ എൻ്റെ മനസ്സ് മാറി. പിന്നെ വണ്ടി എടുക്കാം, അതിൻ്റെ ഹെൽമെറ്റ് മേടിക്കാം. അപ്പം എൻ്റെ സൈസിന് പറ്റിയ സാധനം. അപ്പം എനിക്ക് ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. കുറേ സ്റ്റോർ, ചെന്നൈ, ഡൽഹി, അങ്ങനെ കുറേ സ്റ്റോറുകളിലൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ച് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. ഇത് ഹെൽമെറ്റ് ഇല്ല ആയിട്ട് പിന്നെ എന്താ പതിയെ വണ്ടി എടുക്കാന്നൊക്കെ കരുതി ഇങ്ങനെ. അപ്പോൾ ജോലി കിട്ടി കഴിഞ്ഞ് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടി എടുക്കുന്ന ഒറ്റ മൈൻഡായിരുന്നു. സാലറി വന്നേക്കാൻ മുന്നേ വണ്ടി എടുക്കണം എന്നായിരുന്നു. അങ്ങനെ അപ്പോൾ വീട്ടിലപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി ഇപ്പം എടുക്കട്ടെ, നീ സാലറി വന്നിട്ട് നിന്റെ സാലറി ഇങ്ങനെ വന്നേ, അതിൻ്റെ എത്ര എമൗണ്ട് ഉണ്ട് അതൊക്കെ പതിയെ നീ വണ്ടി എടുത്താൽ മതി എന്നൊക്കെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോറൂമിലൊക്കെ പോയി നോക്കാറുണ്ട്. അപ്പം അന്ന് BS6 വണ്ടി ജസ്റ്റ് ലോഞ്ചായ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഓറഞ്ച് കളർ RC. BS4 BS3 ഒക്കെ ഫുൾ നിർത്തലാക്കിയായിരുന്നു. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാലറിക്ക് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂവാറ്റുപുഴ യൂസ്ഡ് വണ്ടി നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫസ്റ്റ് വണ്ടി നമുക്ക് പഴയ വണ്ടി ആ സൗണ്ടിനോട് ഭയങ്കര ഇഷ്ടം. അപ്പം പിന്നെ ആ അണ്ടർബെല്ലി ആ ലുക്ക് കുറച്ച് മാറിയായിരുന്നു പുതിയ വണ്ടി സീരീസിൽ. അപ്പോൾ പിന്നെ വണ്ടി പോയി കണ്ടു, 200 പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഫൈസൽ എന്ന് പറഞ്ഞത്, ആൾക്കൊരു 390 ഉണ്ട്. അപ്പോൾ ആളുടെ വണ്ടി ഇടയ്ക്ക് ഞങ്ങൾ റേസൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു, മൈൻഡ് ഉണ്ടാകും. അപ്പം അങ്ങനെ ആളുടെ വണ്ടി എനിക്ക് ഓടിക്കാൻ തന്നെ. അപ്പോൾ ആളുടെ വണ്ടി വരുമ്പോൾ ഫോട്ടോ എടുക്കും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് 250 ഉണ്ടായിരുന്നു BS4. അപ്പോൾ ഇവർ വണ്ടി കാണും. അപ്പോൾ ഇവരടുത്ത് നമ്മൾ എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോകും ഒന്നും ചോദിക്കാൻ പറ്റില്ല നമുക്ക് ഇതാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഇടയ്ക്കൊരു വണ്ടി കയറ്റി വല്ലപ്പോഴും. അപ്പം ഞാൻ അങ്ങനെ വണ്ടി കാണാൻ വേണ്ടി പോകും. അങ്ങനെ RC നമ്മളെ വീടിൻ്റെ അടുത്ത് ആർക്കും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഒരു 200 ഇങ്ങനെ ഫസ്റ്റ് സാലറി. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു 50K അടുത്തൊക്കെ എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാൻ സേവ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭയങ്കര ഡ്രീം കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എല്ലാം സെറ്റായി. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടെ കൂടി നോക്കി. കുറേ OLXിൽ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ അങ്ങനെ വണ്ടികളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഓണർ ഹൈ കിലോമീറ്റർ വണ്ടി, ലോ കിലോമീറ്റർ. അപ്പം എൻ്റെ മൈൻഡിൽ ഒരു 19,000 ആ ഒരു റേഞ്ച് ആയിരുന്നു. 17,000 ആ റേഞ്ചൊക്കെ ആയിരുന്നു. നമുക്ക് കിലോമീറ്റർ എല്ലാം സെറ്റാക്കി വണ്ടി ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ വണ്ടി പിന്നെ സെയിലായി പോകും. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വണ്ടി അവൻ സേവ് ചെയ്തു. അങ്ങനെയൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വണ്ടി ഒരെണ്ണം കണ്ട് പോയി, മൂവാറ്റുപുഴ പോയി കണ്ട്
കണ്ട് ഇഷ്ടപ്പെട്ട വണ്ടിയും ഞാൻ ഓടിച്ചു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് വണ്ടി RC ഓടിക്കണം. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനെ ഓടിച്ചു. അപ്പം ഓടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഇതുപോലെ ഇഷ്ടപ്പെടായികയാണോ ഇഷ്ടപ്പെട്ടില്ലാത്ത എന്തോ ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് വണ്ടി ഓടി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ തീരുമാനം എടുക്കണമെന്നുള്ളൊരു ഇത് അങ്ങനെ. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം പോയി ഇങ്ങനെ ആലോചിക്കുക എന്നാ വണ്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും വണ്ടി ഇഷ്ടപ്പെട്ടോ, കാരണം ആൾക്ക് വണ്ടി ഓടിച്ച് ശീലമൊക്കെ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. ഇഷ്ടപ്പെട്ട് ചോദിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ അവന് പറഞ്ഞ് എത്ര ഇഷ്ടപ്പെട്ടില്ലടാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓക്കെ അതിൻ്റെ ഞാൻ വീട്ടിലിരിക്കണം. അപ്പോൾ എൻ്റെ വീട് പണി കിടക്കുക. വീട് പണി കിടന്ന് നോക്കി വീട് പണി കഴിഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നേരത്തെ ഇപ്പം എൻ്റെ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ അപ്പോൾ എൻ്റെ 10th പഠിച്ച +2 പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വെച്ചപ്പോൾ ആരോ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 390 ഉണ്ട്. അത് ഓടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. BS3 ആണ് 2015 മോഡല്. അപ്പോൾ ചുമ്മാ പോയി ചോദിക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് അടുത്ത് എന്നാ നീ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞിങ്ങനെ. നീ പോകുമ്പോൾ കുറച്ച് നല്ല വെൽ ഡ്രസ്ഡ് അപ്പം എന്നെ കാണാൻ ഭയങ്കര ചെറുതാണ്. കാരണം എനിക്കൊരു 23 വയസ്സ് അത്ര ഉണ്ട് എനിക്ക്. അപ്പം എന്നെ കാണാൻ സൈസ് ചെറുതാണ്. ഇപ്പോഴും സൈസ് ചെറുതാണ്, അത് വേറെ കാര്യം. അപ്പോൾ സൈസ് അപ്പം ഞാൻ നീ കുറച്ച് വെൽ ഡ്രസ്സിലൊക്കെ പോയിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അപ്പം ഇങ്ങനെ അപ്പം അത് ചോദിക്കട്ടെ. അപ്പം ഞാൻ ആദ്യമായിട്ട് വണ്ടി മേടിക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. നേരെ അപ്പം ആളെനിക്ക് പറഞ്ഞത് എങ്ങനെയാണ് സംസാരിക്കേണ്ട രീതിയിൽ. അപ്പം ഞാനിങ്ങനെ വണ്ടി എടുത്തിട്ട് അമ്മയുടെ സ്കൂട്ടറിൽ എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഇറങ്ങാൻ ഒരു സ്വഭാവം ഉണ്ട്. അപ്പം ചുമ്മാ അമ്മയുടെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് ചുമ്മാ തിരിച്ചു പോകും. അപ്പോൾ വണ്ടി എടുത്തിട്ട് ആളുടെ വീട്ടിൽ ഞാനിങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ഗേറ്റ് ക്ലോസ് കിടക്കുകയാണ്. ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്ത് ആളുടെ അടുത്ത് ഇങ്ങനെ കയറി ചെന്ന് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കഥ പറയാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തേ ബാക്കി അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2 എപ്പിസോഡിൽ കാണാം. ബൈ.